അല്ല അല്ല ഒരു മിനിറ്റ് ഞാൻ തരാം. ഐ വിൽ ഗിവ് യു ടൈം. നേരം വിളിക്കുന്നവരെ ഇരിക്കാം. ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ. ആ കത്തിന്റെ വിവരം നേരം എനിക്ക് കിട്ടി. അതിൽ ഗവർണർ അൻവറിനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത്, ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തലിനെ കുറിച്ചാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി, മനസ്സിലായോ? അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ആ ഒരു കുടുംബത്തിനല്ല ഞാൻ വന്നത്, മനസ്സിലായോ? നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിനാണ്. വർഷക്കണക്കിന് ജയിലിൽ കടന്ന വാപ്പാരും വെല്ലിപ്പാരുടെ കുടുംബത്തിനാണ്. ആ രക്തമാണ് എൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഊമാച്ചി കാണിച്ചിട്ട് അതിനാരും വരണ്ട. ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നതോട്, ഈ ഭൂമിയിൽ PV അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്കും മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളൂ. ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. അതിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. ഓരോരുത്തർ ചോദിക്കും. അല്ല, മുഖ്യമന്ത്രിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞ ശശിയാണ് ഇതിന്റെ ആള്. ആവർത്തിച്ച് പറയുന്നു, ഈ ശശിയെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത്? ഈ സംസ്ഥാനത്ത് ഒരു സഖാക്കൾക്കും അഭിപ്രായമില്ലാത്തൊരു വ്യക്തി അത്. ഞാൻ സംസാരിച്ച ഒരാൾക്കും, താഴേക്കടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും അഭിപ്രായമില്ല. ഇതെന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം, കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. ഇനി വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാവണല്ലോ ശശി ഉണ്ടെങ്കിൽ. അയാൾക്ക് ഇന്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ? എന്താ ഞാൻ ചോദിക്കുന്നത്, 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കണ രീതി. ഇതെന്താ പ്രചരിക്കപ്പെടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. അപ്പൊ പണ്ട് ശിവശങ്കർ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത്, അല്ലേ? എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്? ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ? അത് PV അൻവർ ചിലപ്പോ കയറെടുത്ത് തൂങ്ങായിരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തൊക്കെ അതാണ്. പിന്നെയും അദ്ദേഹത്തെ ഇത്ര റിസ്ക് എടുത്ത് അദ്ദേഹം സംരക്ഷിക്കാൻ വേണ്ടി അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല? വേറൊരു മരുമകനായിരിക്കും. മേ ബി അനദർ സണ്ണിലോ. ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ, എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ഈ അജിത് കുമാറിനെ, ഇതുപോലെയുള്ള നൊട്ടോറിയസ് ക്രിമിനൽ, ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത്? എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം. കാരണം പണി മിനിറ്റോട് കൊടുക്കും. DGP ഇതിങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കാണും, കൊടുക്കുക സസ്പെൻഷന്, മനസ്സിലായോ? എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തൊരു തൊക്കിലേക്ക് 6 മാസം കഴിഞ്ഞിട്ട് വാട്ടാ. എന്തത് ഏർപ്പാട്? ഇതാണോ സഖാക്കൾ മനസ്സിലാക്കുന്നത്? ഇതാണോ പാർട്ടി ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവിടെയാണ് പ്രശ്നം. ഇനി ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്കുക, അതിനാണോ പാർട്ടി നേതൃത്വം കൂട്ടു നിൽക്കുന്നത്? ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഞാൻ എപ്പോ പറഞ്ഞോ? എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞേ ഓക്കെ. അല്ല, അത് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞോ വെരിഫൈ ചെയ്ത ആ വിഷയത്തിൽ എനിക്ക് തർക്കമില്ല. ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചാ അതോർമ്മ. ഞാൻ ജനങ്ങളായ സഖാക്കൾ ഇവിടെ ഉണ്ട്,
സഖാക്കളല്ലാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അതിലൊരാളായിട്ട് ഇങ്ങനെ പോലങ്ങളൊന്നും ചെയ്യില്ലല്ലോ. എന്നും ചെയ്യോ? എല്ലാ പ്രധാനപ്പെട്ട പാർട്ടിയിലും നേതാക്കളും അതിലുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആരൊക്കെ ഉണ്ട്? എന്റെ പൊന്നാര അഷ്കര, എന്തിനാ അത് അന്വേഷിക്കണത്? ഇവരെല്ലാരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഉണ്ട്. ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിയന്ത്രണം ഉള്ള എല്ലാ സ്റ്റേറ്റ് ലീഡറുണ്ട്. സ്റ്റേറ്റ് മാത്രമല്ല കേട്ടോ, അത് വളർന്നു പറഞ്ഞ ജില്ലയ്ക്ക് എത്തിക്കണം. അവിടുന്ന് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സഖാക്കൾ പരിശോധിച്ചോ? പഞ്ചായത്ത് തല ചില പ്രശ്നങ്ങളാക്കുമ്പോൾ എന്താ ഓല് തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്നിട്ടോ സഖാക്കൾ ഇങ്ങനെ അന്തപ്പെട്ടിരിക്കുക. പഞ്ചായത്ത് ലെവൽ എത്തിയിട്ടുണ്ട്. ഇനി അത് ബ്രാഞ്ച് കൂടി എത്താനുള്ളൂ. അതോടുകൂടി എനിക്കോ പിന്നെന്താ? ഞാൻ കാവൽക്കാരനാണ്. ഞാൻ പാർട്ടി കയറിയിട്ടില്ലല്ലോ. എന്റെ പണി സെക്യൂരിറ്റി പണിയായിരുന്നു. മനസ്സിലായില്ലേ? ഇത്ര കാലം ഞാൻ അകത്ത് കയറിയിട്ടില്ലല്ലോ. ഞാൻ അവിടെ സെക്യൂരിറ്റി ഗാർഡിന് ജോലി ചെയ്തിട്ട് ഈ പാർട്ടിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. ഇനി സെക്യൂരിറ്റിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടാൽ ഞാൻ റോട്ടിൽ ഇറങ്ങിയേക്കും. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാരിന്റെയോ ഈ RSSന്റെ അത്തരം ഒരു ഭീഷണി ഉണ്ട് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതിനിപ്പോ ദൂതും എന്താ പറയാ പാറാവൊന്നും വേണ്ടല്ലോ. ഈ ADGPയും പൂരം കണക്കലും ഈ പറയുന്ന അവിലും കഞ്ഞിയും ഈ സാമ്പാറും ഒക്കെ എത്രയായി തുടങ്ങിയിട്ട് ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ? ഇറ്റ്സ് എൻ ഓപ്പൺ എന്താ പറയാ സത്യല്ലേ, പ്രപഞ്ച സത്യം എന്നൊക്കെ പറയണ പോലെ. നിങ്ങൾക്ക് ആകെ അല്ല അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ബേജാറാവണ്ട. എന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ നാട്ടുകാരെ കാര്യം നോക്ക്. അത് നിങ്ങൾ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിനോടൊന്ന് ചോദിക്കും ഈ കാര്യം. മനസ്സിലായില്ലേ? അതിന് ഞാൻ ഉത്തരം പറയണ്ട. എന്റെ ഉത്തരം ഇതിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ പൊട്ടിക്കറി ലേശം കുറയും. മറ്റേ മകൾ ഇത് വരുമാനമാണല്ലോ, ലേശം കുറവുണ്ടാവും. എന്തൊരു പൊട്ട ചോദ്യം ചോദിക്കും. അല്ല പൊന്നാര മനുഷ്യ, അതൊരു പ്രപഞ്ച സത്യല്ലേ? മാഷ് ഇന്നലെ പറയുമ്പോ ഇടങ്ങാറാന്ന് നിങ്ങൾ കണ്ടില്ലേ? പിന്നെ പാര ഗോവിന്ദ മാഷാണോ? അല്ലല്ലോ. ഞാനല്ല ബലി കൊടുക്കുന്നത്. അങ്ങനെ ബലി കൊടുക്കുന്നുണ്ടോ എന്ന് സഖാക്കൾ പരിശോധിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത് നൂറുകണക്കിന് രക്തസാക്ഷികൾ പിറന്നു വീണ പാർട്ടിയാണിത്. മനസ്സിലായോ? ആ പാർട്ടിയുടെ രക്തത്തിലാണ് നിൽക്കുന്നത്. ആ കണ്ണൂരിലെ സഖാക്കൾ, ആ രക്തസാക്ഷികൾ ഇപ്പോഴും കരയാണ്. അവർക്ക് പല കേസിലും നീതി കിട്ടിയിട്ടില്ല. അവരെ പല കുടുംബത്തിനും ഒരാശ്വാസം കിട്ടിയിട്ടില്ല. എന്റെ ഇല്ല എന്ന് പറഞ്ഞ അപ്പ ഗോവിന്ദ മാഷയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. മനസ്സിലായോ? അല്ലെ ഞാൻ പറയട്ടെ ഏത് വ്യക്തി? അതെ മുഹമ്മദ് റിയാസ്. എന്തെങ്കിലും ഒരു പണി നിങ്ങൾ എടുക്കി മാഷെ. മനസ്സിലായില്ലേ? എനിക്ക് കേരളത്തിലെ മുഴുവൻ സാധാരണ മനുഷ്യരും ആ സാധാരണ മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെയാണല്ലോ ഈ സഖാക്കള്. അവർ കുറച്ചും കൂടി മനുഷ്യത്തുള്ളവരാണ് ഈ വിഷയങ്ങളിലൊക്കെ. സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? അത് മുഖ്യമന്ത്രി പറഞ്ഞത് ഷർട്ടിലും പാൻറിലൊക്കെ തേച്ചു വന്ന് എന്നിട്ട് അത് കത്തിച്ചു. മനസ്സിലായോ? എന്തിനാ അദ്ദേഹം ഇതിന് പണിയും നിൽക്കുന്നത്? ഇനി അങ്ങനെ പിടിച്ചാൽ തന്നെ 102 ഒരു മിനിറ്റ്, നിങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് ദയവായി കേൾക്കുക. ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ചു ട്രൗസറിലും ഷെഡിലൊക്കെ തേച്ചിട്ടാ വന്നതെന്ന് വിചാരിക്കുക. അത് കത്തിക്കണ പണി പോലീസിനല്ല. 102 CRPCയിൽ ആ സാധനം നേരെ കോടതിയിൽ കൊണ്ടുപോയി വെക്കുക. മജിസ്ട്രേറ്റ് ഇതാണ് സാധനം,
അതിൽ സ്വർണ്ണുണ്ട്. മർസേറ്റ് അവിടുന്ന് ഓർഡർ ഇടും, അതിനൊരു ഗാർഡിനെ ഫിക്സ് ചെയ്യും. ഇത് കൊണ്ടുപോയിട്ട് എവിടെ കത്തിക്കേണ്ടത് വെച്ചാൽ ആ ലീഗലായിട്ട് കത്തിക്കും. അവിടുന്ന് അതിന് ലീഗലായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങും. ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോൾ എത്ര സ്വർണ്ണ കിട്ടിയ ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കണം. മനസ്സിലായോ? ഈ എല്ലാ പണിയെടുക്കുന്ന ആരാണ്? സുജിത് ദാസ്. മനസ്സിലായോ? എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, പോട്ടെ പറയുന്നില്ല. ഈ കേന്ദ്രവും കേരളമൊക്കെ ഒന്നും തന്നെയല്ല. ആരോട് പറയാം, ആരോട് പറയാം? ഇനി പരസ്യമായിട്ട് പറയണ്ടല്ലോ. ഞാൻ നോക്കിയിട്ടില്ല, ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയും. അങ്ങനെ കലക്കിക്കാൻ ഇതുപോലെ വൈകാരികമായിട്ട് ഒരു കാര്യം കലക്കിക്കാൻ നിർദ്ദേശമാണ് തീർച്ചയായിട്ടും. അജിത്തിൽ മാത്രം ഉണ്ടായതാണ് സംഭവം എവിടെ നടന്നതാണ്. അല്ല, ആർക്കാണോ കേരളത്തിലെ ഒരു BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, സാഹചര്യവശാൽ നിർബന്ധിത സാഹചര്യത്തിൽ ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അതാരോ നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, അതെനിക്കറിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിച്ചോ. അത് ഇതിന്റെ പിന്നിൽ അൻവറാണോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ സൗകര്യം പറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ്, ആ ആളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ. മുഖ്യമന്ത്രി എന്നോട് അത് നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ പറയണ്ടല്ലോ. ഇവിടെ BJPക്ക് ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം, ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആർക്ക്? ADGPക്ക്. ആ വ്യക്തി ആരാ എനിക്കറിയില്ല.